എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ജയനും അജയനും നയനയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് നയന പറഞ്ഞു, എന്നാലും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ചതി പറ്റിയല്ലോ. അമ്മ പോയിരിക്കുന്ന ആ പെൺകുട്ടീനെ കാണാനാണെങ്കിൽ എന്ത് ചെയ്യാ അച്ഛാന്ന് ചോദിക്കാം. ഇത് കേട്ടതും ജയൻ പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൾമാറാട്ടത്തിന് കൊണ്ട് കേസ് കൊടുക്കാന്ന് പറയാ, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം നമുക്കിപ്പൊ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റില്ല. അവളിങ്ങോട്ട് വരട്ടെ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പറയണോന്ന് പറയണം. അജയൻ പറഞ്ഞു, അത് ശരിയാ, ഇനി നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല. മരുമോളാണ് കരള് പകത്ത് നൽകിയെന്നുള്ള സത്യം ഏട്ടത്തി അറിയണം. ഇത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, ഒരിക്കലും അവള് അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. മരുമകളുടെ കരളുകൊണ്ട് ജീവിക്കാനായിട്ട് അവൾ ചിലപ്പോൾ ആഗ്രഹിക്കത്തില്ല. ചിലപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമായിരിക്കും അവളുടെ. ഇത് കേട്ടപ്പം അജയൻ പറഞ്ഞു, അതുകൊണ്ടായില്ലല്ലോ ജയേട്ടാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ഇപ്പം മരുമകളുടെ കരളും കൊണ്ട് തന്നെയല്ലേ ജീവിച്ചിരിക്കുന്നേ. ആ സത്യം സത്യമല്ലാതാവുന്നല്ലോ. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറയണം. ഇനി വന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പറയാതിരിക്കരുതെന്ന് പറയാം. നയന പറഞ്ഞു, എന്നാലും എനിക്കൊരു വിഷമം. അതറിഞ്ഞു കഴിയുമ്പം അമ്മയുടെ പ്രതികരണം എങ്ങനെയാന്ന് ഓർത്തിട്ട്. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. പറയാനുള്ള സമയമായെങ്കിൽ അങ്ങനെ ആയെന്ന് മാത്രം കരുതിയാൽ മതി എന്ന് പറയണം. ആ സമയം അബിയും ദേവേനയും കൂടെ നേരെ ചെല്ലുന്ന ശരണ്യയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പത്തിന് ശരണ്യയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് അബി പറഞ്ഞു, ഇത് ശരണ്യയുടെ അമ്മയാന്ന് പറയണ. ആ വരും മാഡം, അകത്തേക്ക് വന്ന് ഇരിക്കാനായിട്ട് പറയണം. അല്ല മോൾ ഇവിടെ ഇല്ലേന്ന് ചോദിക്കണം. ഉണ്ട്, ഇപ്പം ഞാൻ വിളിക്കാന്ന് പറയാം. അപ്പോഴേക്ക് ശരണ്യ അങ്ങോട്ടേക്ക് വന്നു. ശരണ്യ വന്നിട്ട് പറഞ്ഞു, അതെ കണ്ടതിൽ ഒത്തിരി സന്തോഷമാണ് മാഡം. പക്ഷെങ്കിൽ എനിക്കാണെങ്കിൽ ഇതിനൊന്നും താല്പര്യമില്ലായിരുന്നു. പിന്നെ അബി പറഞ്ഞുകൊണ്ട് മാത്രമാണ് മാഡത്തിന് എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മാത്രം ഞാനിപ്പം അനുവദിച്ചു തന്നെ, അല്ലെങ്കിൽ ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു പറയണ. ഈ സമയം ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഇവള് ഇങ്ങനെ ഒത്തിരി പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യുന്ന, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും, ആൾക്കാർക്ക് വേണമെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. അത് കൂടാതെ വഴിയിലോ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഒരു പൂച്ചയോ പട്ടി എന്തെങ്കിലും കിടന്നാൽ പോലും അതിനെയാണെങ്കിലും മൃഗാശുപത്രി കൊണ്ടുപോകും. അങ്ങനെ ഒത്തിരി ഒത്തിരി നന്മകൾ. ഏതാൾക്കാർക്ക് എന്ത് ആവശ്യം വന്നാലും ആ സെക്കൻഡിൽ തന്നെ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി അവർക്കെല്ലാം നന്മകളൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു ഭയങ്കര പൊങ്ങച്ചോർത്താൻ അങ്ങോട്ട് പറയണം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ദേവേനെ ഉള്ളിച്ചിരിക്കുക. പക്ഷെ പുറമെ അഭിനയിച്ചല്ലേ മതിയാവുള്ളൂ. പിന്നീട് ദേവേനെ പറഞ്ഞു, എനിക്കറിയാം മോളുടെ നല്ല മനസ്സുകൊണ്ടാ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്ന് ഭവിച്ച്, അല്ലെങ്കിൽ എൻ്റെ ജീവൻ ഇപ്പം നിലനിൽക്കുന്ന തന്നെ മോളുള്ളതുകൊണ്ട് തന്നെയാ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകേണ്ടതല്ലായിരുന്നു എന്നൊക്കെ പറയാം. ഇതിനൊരു പ്രത്യുപകാരമായിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അല്ല മുമ്പ് ഞാനൊരു ചെക്ക് കൊടുത്തു വിട്ടായിരുന്നല്ലോ, എന്നിട്ട് മോൾ എന്താ അത് സ്വീകരിക്കാത്തെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ശരണ്യ അമ്മ പറഞ്ഞു, ആ ചെക്കിന്റെ കാര്യമാണോ? ഒന്നും പറയണ്ട. ആ ചെക്ക് ഇവള് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അത് വലിച്ചു കീറി കളയുകയും ചെയ്യുമെന്ന് പറയണം. അത് കേട്ടതും അബിയുടെ മുഖം അങ്ങോട്ട് മാറി. അബിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ സമയം ശരണ്യ പറഞ്ഞു, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. പൈസയോടോ പണത്തിനോടോ ഒന്നും എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് മാഡം ഞാൻ അങ്ങനെ ചെയ്തേ, അല്ലാതെ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ എന്ന് പറയണം. എനിക്കറിയാം മോളുടെ അവസ്ഥ എന്താന്ന്. മോള് വിഷമിക്കണ്ട കേട്ടോ. ഈ തവണ ഞാൻ വന്ന എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ചാ. എന്തേ മോളൊരു കാര്യം ചെയ്യേ, ഈ ചെക്ക് ഈ തവണ എൻ്റെ നിന്ന് വാങ്ങണമെന്ന് പറയണം. അയ്യോ മാഡം, അത് പിന്നെ വാങ്ങാതിരിക്കരുത്, എൻ്റെ ഒരു സന്തോഷത്തിനെന്ന് പറയണം. പിന്നീട് ശരണ്യ പറഞ്ഞു, മാഡം ഇവിടം വരെ വന്നല്ലേ, എൻ്റെ മുന്നിലേക്ക് നീട്ടിയ ചെക്കല്ലേ, അപ്പം ഞാൻ വാങ്ങാതിരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ ചെക്കും കൂടെ വാങ്ങി. ചെക്ക് വാങ്ങിയിട്ട് തിരിച്ചു മറിച്ച് നോക്കുവാണ്. ഭയങ്കര സന്തോഷം തോന്നി ശരണ്യയ്ക്കും ശരണ്യയുടെയും അമ്മയ്ക്കും. പിന്നീട് ദേവേനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ മോളെ, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മറക്കല്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഇവളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇവളെ എത്രയും പെട്ടെന്ന് തന്നെ കെട്ടിച്ചു കൊണ്ടുവന്നാ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയാം. അങ്ങനെ കല്യാണമൊക്കെ ആണെങ്കിലേ എന്തേലും സഹായം വേണേൽ വിളിച്ചാൽ മതി, ഞാൻ സഹായം ചെയ്തു തരാട്ടോ. എന്താവശ്യമുണ്ടല്ലോ എന്നെ വിളിക്കാൻ മടിക്കരുത്. കല്യാണം എന്നല്ല, ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ഓരോ ദിവസവും ആ സഹായമൊക്കെ ഞാൻ ചെയ്തു തരാന്ന് പറയാം. എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയാണ്. അല്ലൊരു ചായ, ചായ ഒന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ അമ്മ പറഞ്ഞു, എന്നാലും ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നീങ്ങുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. അത് ശരിയാ എടി, അവനോട് കുറച്ച് കാശോടെ നമുക്ക് ചോദിച്ചാലോ? എൻ്റെ അമ്മേ, ഇനി എങ്ങനെയാ നമ്മൾ പൈസ ചോദിക്കുന്നേ? ഇപ്പൊ തന്നെ 10 ലക്ഷം ചോദിച്ചിട്ടുണ്ട്. നമുക്കെന്താ, നമുക്ക് 2 മിനിറ്റ് നേരം ഒന്ന് നാവിട്ട് ചലിപ്പിച്ചു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ റിസ്ക് മൊത്തം അവനല്ലേ എന്ന് ചോദിക്കാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടി മോളെ, നമുക്ക് കിട്ടുന്ന സമയത്ത് മേടിച്ചെടുത്തിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു പരാതിയോ പരിഭവങ്ങളോ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം.
അവരെന്താണ് ഒരു നല്ല സ്ത്രീയാന്ന് തോന്നേ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കൊണ്ടു തന്നെ. വേറെ ആരാണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥയ്ക്ക് അറിയാതെ കൊണ്ടു തരുമായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൊണ്ട് സന്തോഷിക്കുകയാണ്. ആ സമയം ദേവേനയും അബിയും കൂടെ പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് പകുതി എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, അതെ ഞാൻ ഇവിടെ ഇനി ഇറങ്ങും അമ്മായി എന്ന് പറയാണ്. ഇവിടെ ഇറങ്ങാനോ? അതെന്താടാ മോനെ നീ ഇവിടെ ഇറങ്ങണേ? അത് പിന്നെ ഉണ്ടല്ലോ അമ്മായി, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ സംശയങ്ങളൊക്കെ തോന്നും. അതുകൊണ്ട് അത് വേണ്ട, ഒറ്റയ്ക്ക് പോകുന്നതല്ലേ നല്ലത്. രണ്ടുപേരും കൂടെ ചെന്നവർക്കും നമ്മൾ രണ്ടുപേരും കൂടെ എവിടെ പോയതാന്ന്. അതുകൊണ്ട് അത് വേണ്ടാന്ന് പറയാം. എന്നാ ശരി, അങ്ങനെയാണെങ്കിൽ നീ ഇറങ്ങിക്കോ, ഇവിടെ ഇറങ്ങിക്കോ എന്നും പറഞ്ഞിട്ട് അബിനെ അവിടെ ഇറക്കണം. അപ്പൊ ഇറക്കുന്ന സമയത്ത് ദേവേനയും കൂടെ ഇറങ്ങിയിട്ട് പറഞ്ഞു, അതെ ഈ ഉപകാരം എത്ര ഇതായാലും മറക്കത്തില്ല കേട്ടോ ഞാൻ. കാരണം ഇപ്പോഴെനിക്ക് നിന്റെ മനസ്സിന് നന്മ എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലായത്. ഇനിയും നീ കമ്പനികളിലാണെങ്കിലും ഉയരങ്ങളിൽ എത്തേണ്ട ആളാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എനിക്ക് 2-3 ഷോറൂമിന്റെ മേൽനോട്ടം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നീ ഇനിയിപ്പോ അതുപോലെ മേൽനോട്ടം വഹിക്കണം. നീ ഇനിയിപ്പോ വെറും ഒരു സ്റ്റാഫ് മാത്രമായിരിക്കില്ല അവിടുത്തെ. ഞാൻ ആദർശനോട് പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാമെന്ന് പറയാം. ഇത് കേട്ടതും അഭി പറഞ്ഞു, അത് നല്ല കാര്യ അമ്മായി, ഈ ഉപകാരം ഞാനും ഒരിക്കലും മറക്കാനായിട്ട് പോകുന്നില്ല. ഞാൻ ഇനി നല്ല രീതിയിലേ മുന്നോട്ട് പോകത്തുള്ളൂ. അങ്ങനെ എന്നെ എന്തെങ്കിലും ഏതെങ്കിലും കമ്പനി ഏൽപ്പിക്കുവാണെങ്കിൽ ആ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം ഞാൻ പ്രവർത്തിക്കുള്ളൂ എന്ന് പറയാം. അത് നല്ല കാര്യമാണ് മോനെ അബി. ഇപ്പോഴെങ്കിലും നിനക്ക് നിന്റെ മനസ്സിലൊരു ഇത്ര നല്ല ചിന്തകളൊക്കെ വരുന്നുണ്ടെന്ന് പറയാം. അത് പിന്നെ ഞാൻ അച്ഛനാകാനായിട്ട് പോവല്ലേ, അപ്പൊ അതിന്റെ സന്തോഷമുണ്ട്. അപ്പൊ ഇനിയെങ്കിലും ഞാൻ ഒതുങ്ങിയില്ലെങ്കിൽ പണ്ടത്തെ പോലെ ഇങ്ങനെ കുട്ട കളിച്ചിറന്നിട്ട് കാര്യമില്ലോ. അതുകൊണ്ട് അമ്മായി ഞാൻ മാറാൻ തന്നെ തീരുമാനിച്ച്. അത് നല്ല കാര്യമല്ലേ, എന്നാ ശരി മോൻ പോരെ, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ്. അവ ഭയങ്കര സന്തോഷത്തോടെ വണ്ടി എടുത്ത് നേരെ തിരികെ ശരണ്യയുടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ ശരണ്യയുടെ വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞപ്പോൾ ശരണ്യയുടെ അമ്മയൊന്ന് കഥ തുറന്നു. പിന്നീട് ചോദിച്ചു, അല്ല അവളെന്തെന്ന് ചോദിക്കുക, ഇവിടെ ഉണ്ടെന്ന് പറയണം. പിന്നീട് ശരണ്യയുടെ അമ്മ പറഞ്ഞു, എടാ മോനെ ഒരു കാര്യം ഉണ്ടെന്ന് പറയണം. എന്ത് കാര്യം? അല്ല 5 ലക്ഷം രൂപ കൂടെ കൂടുതൽ തരണമെന്ന് പറയണം. 5 ലക്ഷം രൂപ കൂടുതൽ തരാനോ? ഇതിനെന്തിനാ 5 ലക്ഷം രൂപ കൂടെ കൂടുതൽ തരുന്നേ? 10 ലക്ഷം തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യം 5 ലക്ഷം പിന്നെ 5 ലക്ഷം, അപ്പൊ 10 ലക്ഷം ആയില്ലേ. ഇനി എന്തിനാ വേറെ പൈസയും കൂടെ? ഇത് വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം എന്ന് പറയാം. അത് കേട്ടപ്പോ ശരണ്യയുടെ അമ്മ പറഞ്ഞു, അതെ ചുളുവിൽ അങ്ങനെ നിനക്ക് കിട്ടുന്ന പൈസ അല്ലേ 50 ലക്ഷം രൂപ. എന്റെ മോളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു പറ്റിച്ചവനല്ലേ നീ. അപ്പൊ പിന്നെ അവളെ കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ? ഒരു പക്ഷേങ്കില് ഞാൻ എന്റെ മോളെയും കൂട്ടിക്കൊണ്ട് അനന്തപുരിയിലേക്ക് വന്ന് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മൂർത്തി സാറ് എന്റെ മോളെ കെട്ടിച്ചു വിടാനുള്ള പണം തരും. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അവിടെ വന്നു കഴിഞ്ഞ് ഞാൻ ആ പുറത്ത് വന്നിട്ട് വിളിച്ചു പറഞ്ഞാൽ മതി. ആ സെക്കൻഡ് എനിക്ക് പണം കിട്ടും. അതെനിക്ക് അറിയത്തില്ല എന്നോണ്ടല്ല, പക്ഷേങ്കിൽ നാണക്കേടെ ഭയന്നാ ഞാൻ പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് മൂർത്തി സാറിനെ പോലുണ്ട് നല്ല മനുഷ്യന്, അയാളെ നാണം കെടുത്ത് നമ്മൾ ശരിയല്ലോ, അത് ഓർത്തിട്ട് മാത്രമാണെന്ന് പറയണം. അതുകൊണ്ട് എനിക്കും എൻ്റെ മോൾക്ക് 5 ലക്ഷം രൂപയും കൂടെ കൂടിയേ തീരുള്ളൂ. മൊത്തം 15 ലക്ഷം രൂപ വേണമെന്ന് പറയാണ്. ഓഹോ, ഇതൊരു ഭയങ്കര ഇതായി പോയല്ലോ. നിങ്ങൾക്കാണെങ്കിൽ ഒരു റിസ്ക് ഉള്ള കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് പുറത്താകാൻ പോകുന്നത്. അവിടെ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. എന്നിട്ട് പോലും ഇത്ര റിസ്ക് എടുത്തിട്ട് പോലും നിങ്ങൾ എന്താ ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ എന്നോട് പറയണേ എന്നൊക്കെ അഭി പറയണം. അപ്പോഴേക്ക് ശരണി അങ്ങോട്ടേക്ക് വന്നു. ശരണിയോട് പറഞ്ഞു, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? പെട്ടെന്ന് തന്നെ നമുക്ക് ബാങ്കിലേക്ക് പോകണമെന്ന് പറയാം. ഇപ്പൊ പോകാനോ? ഇപ്പൊ പോയില്ലെങ്കിൽ പണി വാളും. എങ്ങാനും ഇനിയിപ്പോ വെല്ലുമ്പ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് പറയുവാണ്, ഞാൻ ആ പെൺകുട്ടീനെ കണ്ടെത്തി, എനിക്ക് കരള് പത്തല്ലെങ്കിൽ പെൺകുട്ടീനെ കണ്ടെത്തി, അവൾക്ക് 50 ലക്ഷത്തിന് ചെക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് തന്നെ ബാങ്കിലേക്ക് വിളിക്കുവരെ. ആ ചെക്ക് പിന്നെ പാസ്സാവത്തില്ല എന്ന് പറയാണ്. അത് പോരാത്തതിന് മുത്തശ്ശന്റെ ഹോൾഡ് അറിയാലോ. മുത്തശ്ശൻ ഒരു സെക്കൻഡ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ആ സെക്കൻഡിൽ തന്നെ നമ്മളെ കൈയോടെ പിടികൂടുകയും ചെയ്യും. അതിനു മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ നടത്തണം. അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കണമെന്ന് പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ പിന്നീട് ശരണ്യം കൂട്ടിക്കൊണ്ട് അബി ബാങ്കിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ശരണ്യെ കൊണ്ടുപോയി തന്റെ ചെക്ക് പ്രസന്റ് ചെയ്യുകയാണ് സ്റ്റാഫിന്റെ മുന്നിൽ. അങ്ങനെ പ്രസന്റ് ചെയ്ത് അവർ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ശരണ്യ പറഞ്ഞു, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഡത്തിനെ ഞാൻ വിളിച്ചു ചോദിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഞാൻ പുള്ളിക്കാരത്തെ ഞാൻ വേണ്ടാന്ന് പറയണം. അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത് പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറയണം. അതെന്താന്ന് ചോദിക്കാം. ഇതിനകത്തിപ്പം 5000 രൂപയുള്ളൂ, മിനിമം ബാലൻസ് മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതൽ പൈസയൊന്നും ഇല്ലാന്ന് പറയണേ. ഇത് 50 ലക്ഷത്തിന് ചെക്കല്ലേ, ഇത് പാസ്സായി കിട്ടത്തില്ല എന്ന് പറയണം. നിങ്ങൾ ഒന്നുകൂടി ശരിക്കും നോക്കിയേ, അങ്ങനെ വരാൻ വഴിയില്ലോ എന്ന് ചോദിക്കുകയാണ്. അല്ല അങ്ങനെ തന്നെ ഇത് ഞാൻ ബൗൺസ് ആക്കിയാക്കട്ടെ എന്ന് ചോദിക്കണേ. വേണ്ട, ഇങ്ങോട്ട് തന്നേക്കാൻ പറയണം. ഈ സമയം അബി ഭയങ്കര പ്രതീക്ഷയോടെ പുറത്ത് നിൽക്കുകയാണ്. പിന്നീട് അബിയുടെ അടുത്തേക്ക് അവള് ശരണ്യ വരുവാണ്. ശരണ്യ വന്നിട്ട് പറഞ്ഞു, എടാ അപ്പം ചതിക്കുവായിരുന്നല്ലേന്ന് ചോദിക്കുക. നീ എന്താടി പറഞ്ഞേ? പൈസ എന്ത് നീ പൈസ എടുക്കാൻ എന്നിട്ട് പൈസ എന്തെന്ന് ചോദിക്കാം. പൈസ മണ്ണാങ്കട്ട, പൈസ കിട്ടിയില്ല എന്ന് പറയണ. അതെന്താ അങ്ങനെ പറയണേ? ഓ
പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല. അവരുടെ അക്കൗണ്ടിൽ 5000 രൂപയുള്ളൂ. പിന്നെ എങ്ങനെ 50 ലക്ഷം രൂപ എടുക്കണേന്ന് ചോദിക്കാണ്. 5000 രൂപയുള്ളൂന്നോ? നീ ഇത് എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കും. അതെ, 5000 രൂപയുള്ളൂ, 50 ലക്ഷം രൂപയൊന്നും ഇല്ലെന്ന് പറയാ. ചിലപ്പോ ഇനി അക്കൗണ്ടിലേക്ക് അവര് ട്രാൻസ്ഫർ ചെയ്യുമായിരിക്കും, ഇടുന്നുള്ളായിരിക്കും എന്ന് പറയണ. ഇടി അങ്ങനെയല്ല, ദേ അമ്മായിയുടെ കൈവശം ഇത് എത്ര ലക്ഷം അല്ല, 50 ലക്ഷം രൂപയൊന്നും അല്ല ഉള്ളത്. ഒരു 100 കോടി, എത്ര കോടി ഉണ്ടെന്ന് അമ്മായിക്ക് പോലും അറിയത്തില്ലാത്ത അവസ്ഥയാന്ന് പറയണ. അപ്പൊ പിന്നെ എങ്ങനെ ഇങ്ങനെ ശരിയാവുന്നേ? ഇങ്ങനെ വരാൻ വഴിയുള്ളതല്ലെന്ന് ചോദിക്കും. എടാ, ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയുന്നത്. ഇതേ ചെക്ക് നീ കൊണ്ട് പുഴുങ്ങി തിന്നെന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് കൊണ്ട് വെച്ച് കൊടുക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? പൈസ ഇല്ലാത്ത അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ 50 ലക്ഷം രൂപ എടുക്കണമെന്ന് ചോദിക്കണം. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പിക്കൊന്നും കൂടെ മനസ്സിലായില്ല. അപ്പോഴാണ് ഒരു പോലീസ് ജീപ്പ് വന്നിരുന്നേ. പോലീസ് ജീപ്പ് കണ്ട് രണ്ടുപേരും ഒന്ന് പേടിച്ചു. SI അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. SI അപ്പോഴും SIയുടെ കൈ ഇങ്ങനെ സ്ലാങ് തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കൈക്ക് പൊട്ടലോ ചതവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് അബി തല്ലിയതായിരുന്നു. അപ്പൊ SIനെ കണ്ടത് അബിക്ക് മനസ്സിലായി താൻ അകത്തേക്ക് പോകുന്നുള്ള കാര്യം. ശരണ്യ പറഞ്ഞു, ഇതേ പോലീസുകാര്, പോലീസ് വന്നിട്ടുണ്ട്, നിന്നെ കൊണ്ടുപോയില്ലേലും മിക്കവാറും എന്നെ കൊണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് വന്നു. SI വന്നിട്ട് പറഞ്ഞു, ആഹാ, രണ്ടുപേരും കൂടെ ഭയങ്കര ഗൂഢാലോചനയാണെന്ന് തോന്നല്ലോ. പിന്നീട് പറഞ്ഞു, കേരള ജീപ്പിലേക്ക് എന്ന് പറയണം. ഇത് കേട്ടപ്പോ അബി ഒന്ന് പകച്ചു. എന്തിനാ സാറേ? അതെ, ഇപ്പൊ നിന്നെ ഞാൻ കൊണ്ടുപോകുന്ന നീ എന്നെ തല്ലിയതിനല്ല. കാരണം നിന്നെ ഞാൻ എരുമേരി കൊണ്ടുപോയെന്ന് തല്ലി. അതിന് പകരം നീ നിന്റെ കൂട്ടുകാരെ എന്നെ ഒന്ന് തിരിച്ചല്ലേ. അത് ഞാൻ അങ്ങോട്ട് വിട്ടുകളഞ്ഞു. കാരണം പകരത്തിന്റെ പകരമായല്ലോ. ഞാൻ അന്ന് ആളറിയാതെ നിന്നെ പിടിച്ചിട്ട് തല്ലിയത്. പക്ഷെ ഇപ്പൊ അതിനല്ല നിന്നെ കൊണ്ടുപോണേ. കാരണം സഹിതമൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷൻ ചെന്നിട്ട് പറയാന്ന് പറയാ. അയ്യോ സാറേ, അതിന് ഞാൻ തെറ്റോ ശരിയോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നീട് പറഞ്ഞു, നീയും കൂടെ കയറിക്കളാം ശരണ്യോട് പറയാണ്. സാറേ ഞാനോ? പിന്നല്ലാതെ മര്യാദയ്ക്ക് കയറിയെന്ന് പറയണം. ഈ സമയം അഭി പറഞ്ഞു, സാറേ ഞാൻ ആരാന്നറിയാലോ, ഞാൻ അനന്തമൂർത്തിയുടെ കൊച്ചുമാനാന്ന് പറയണേ. എനിക്കറിയാടാ അനന്തമൂർത്തി സാറിന്റെ കൊച്ചുമാനാ നീ എന്നുള്ള കാര്യം. ഞാൻ മൂർത്തി സാറിനെ പറ്റി നന്നായിട്ട് അന്വേഷിച്ചായിരുന്നു. തെറ്റ് ചെയ്ത സ്വന്തം കൊച്ചുമോനാണെ പോലും ശിക്ഷ കൊടുക്കുന്ന ആളാണ് ഈ പറയുന്ന മൂർത്തി സാറ്. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ നീ അനുഭവിക്കണം എന്ന് പറയാണ്. പിന്നീട് ഒരു വനിതാ പോലീസ് വന്ന് ശരണ്യനെ കൂടെ പിടിക്കണം. അങ്ങനെ രണ്ടെണ്ണത്തിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. ചെന്ന് കഴിഞ്ഞിട്ട് SI പറഞ്ഞു, ഇപ്പൊ എന്തിനാ നിന്നെ കൊണ്ടുവന്നറിയാവോ? ആൾമാറാട്ടം നടത്തി പണം തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചു. പിന്നീട് ശരണ്യയോട് സത്യം പറയടേ, നീ എന്തിനാ ഈ പരിപാടി ചെയ്തതെന്ന് ചോദിക്കുക. അത് പിന്നെ സാറേ, ഇവൻ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് കുറച്ചാൾ പറഞ്ഞു പറ്റിച്ച. അതിനു വേണ്ടിയിട്ടാണോ നീ നാടകം കളിച്ചേ? അല്ല, എനിക്ക് കുറച്ച് പൈസ കിട്ടുമെന്ന് വിചാരിച്ചു. അന്ന് നിന്നെ പറ്റിച്ചിട്ട് നീ പഠിച്ചില്ലേ ഇവന്റെ സ്വഭാവം. എന്നിട്ട് വീണ്ടും നീ ഇവന്റെ പുറകെ പോയെന്ന് ചോദിക്കുക. നിന്നെ സമ്മതിച്ചു തന്നിരിക്കണം. എന്റെ സാറേ, എന്നെ അകത്ത് പിടിച്ചിടലെന്ന് പറയണ. നിന്നെ അകത്ത് പിടിച്ചിടാതെ പിന്നെ നിന്നെ ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്യട്ടെ. നിന്നെ മാത്രല്ല, ഇവനെ രണ്ടെണ്ണത്തിനെ. പിന്നീട് പോലീസ് കോൺസ്റ്റബിളോട് പറഞ്ഞു, ദേ എന്റെ കൈക്ക് മേലെന്നുള്ള കാര്യം നിനക്കറിയാലോ. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഇവരെ നന്നായിട്ട് അങ്ങോട്ട് കൈകാര്യം ചെയ്തോളാം പറയണം. അഭിനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുന്ന സമയത്താണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും SI നോക്കി. അപ്പൊ ദേവേനെ പറഞ്ഞു, സാറേ ഇപ്പൊ വേണ്ട, ഇവരുടെ പേര് കേസൊന്നും എടുക്കണ്ടെന്ന് പറയണം. കേസൊന്നും ഫയൽ ചെയ്യണ്ടേ? വേണ്ട, തൽക്കാലത്തേക്ക് പറഞ്ഞു വിട്ടേക്കാന്ന് പറയണം. എനിക്ക് കേസും പരാതികളൊന്നും ഇല്ലാന്ന് പറയണം. ജസ്റ്റ് ഒന്ന് വിളിച്ച് ഒന്ന് പേടിപ്പിച്ച് നിർത്തുക, അത് മാത്രമേ ഉള്ളൂ. പിന്നീട് ശരണയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, നീ എന്തിനു വേണ്ടിയിട്ടാടി ഈ ക്രൂരത എന്നോട് കാണിച്ചേ? ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറഞ്ഞേ, ഇതിനകത്ത് നിനക്ക് എന്താ ലാഭം എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് 10 ലക്ഷം രൂപ ഓഫർ ചെയ്തായിരുന്നു. ഓഹോ, 10 ലക്ഷം രൂപ നിനക്ക്? പിന്നീട് നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പം ബാക്കി 40 ലക്ഷം നിനക്കാരും നല്ലടാന്ന് ചോദിക്കുവാണ്. നീ ആള് കൊള്ളാലോടാന്ന് പറഞ്ഞിട്ട് ആ കർണം തീർത്തൊന്ന് പൊട്ടിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.